ഇന്ന് ഞാനൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്, മാമ്പഴം കേക്ക്. ഇതൊക്കെ കേക്ക് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇതിന് ഒത്തിരി പണിയുണ്ടല്ലോ എന്നൊന്നും ഓർക്കണ്ട. ഇത് സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാം. ഓവനില്ലേലും ബീറ്റർ ഇല്ലേലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കേക്ക്. കപ്പ് കേക്ക് പോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, അല്ലാതെ നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, നമുക്ക് വീഡിയോ കാണാം. ഒരു 4-5 മാങ്ങ എടുത്ത് ചെത്തി പൾപ്പാക്കി വെച്ചതാണ്. ഇത് ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. ഇത് ഉപ്പം 1 കപ്പ് പൾപ്പുണ്ട്. അതുപോലെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ്. 3/4 കപ്പ് തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാലിന് പകരം പശുവും പാലും എടുക്കാം. ഇത് 1 കപ്പ് മൈദാമാവ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത് വെജിറ്റബിൾ ഓയിൽ ഏത് വേണേലും എടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം അതിലേക്ക് ഓയിൽ ചേർക്കാം. അതിലേക്ക് പഞ്ചസാരപ്പൊടി കുറേശ്ശെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് മുഴുവൻ പഞ്ചസാരപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാലോ പശുവും പാലോ ഒഴിക്കാം. കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മാങ്ങയുടെ പൾപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കാം. പഞ്ചസാര പൊടിച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേർന്നോളും. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ മൈദാമാവിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു 2 നുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇടഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ അരിപ്പയിൽ അരിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. ഇനി മൈദാമാവിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. മൈദാമാവ് ചേർക്കുന്നത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം അടുത്തത് ചേർക്കാൻ. ഇനി ബാക്കി മൈദാമാവും കൂടെ ചേർക്കാം. ഇനി ഇതിൻ്റെ അകത്ത് കൂടുതൽ കളർ വേണം, മാങ്ങയുടെ കളറായിട്ട് നന്നായിട്ട് മഞ്ഞ നിറം വേണമെങ്കിൽ മഞ്ഞ ഫുഡ് കളർ ചേർക്കാം. ഞാനിപ്പം ചേർക്കുന്നില്ല. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇത് കുറച്ചുകൂടെ ലൂസാകാനുണ്ട്. മൈദ കട്ട പിടിച്ച് കിടക്കരുത്, നന്നായിട്ട് ലൂസായി വരണം. അപ്പം ഇതിൻ്റെ ലൂസ് നോക്കിയിട്ട് വേണം പാലോ തേങ്ങാപ്പാലോ എന്താണെന്ന് ചേർക്കാനായിട്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇപ്പം ആവശ്യത്തിനുള്ള ലൂസായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇത് ഓവൻ വേണ്ട എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇത് ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് ഏതെങ്കിലും ഒരു തവ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഗ്യാസ് സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു പഴയ തവ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്.
ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ഗ്രേസ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓയിൽ ചേർത്തുകൊണ്ട് ഓയിൽ തന്നെ ചേർത്തൊന്ന് ഗ്രേസ് ചെയ്യണം. അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ ചേർക്കണം, വെളിച്ചെണ്ണ ചേർക്കരുത്. ഒന്ന് ഗ്രേസ് ചെയ്താൽ മതി. ഉണ്ണിയപ്പത്തിന് കോരി ഒഴിക്കുന്ന പോലെ എണ്ണ കൂടുതലൊന്നും ഒഴിക്കണ്ട. നമുക്ക് ഈ ചട്ടിയും കൂടെ അതിലേക്ക് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഏകദേശം ഒരു 8-9 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കണം. ഇനിയിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലല്ല നിങ്ങൾ സ്റ്റവിൽ നേരിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ ഓവൻ സെറ്റപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിറച്ച് ഒഴിക്കണ്ട. ഇത് മൂടി വെച്ച് ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലും, ഇത് ഒരു 10 മുതൽ 12-15 മിനിറ്റ് വരെ അതിൻ്റെ ചൂടിനനുസരിച്ച് വേണ്ടി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് നോക്കാം. ഇത് കണ്ടോ, വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റാം. ബാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാവരും ചെയ്ത് നോക്കേണ്ട ഒരു കേക്കാണ്, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ. ഇത് വളരെ സോഫ്റ്റാണ്. ഇത് കണ്ടോ, കപ്പ് കേക്ക് പോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, അല്ലാതെ നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.